ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 6th ഡേ ആയ ഇന്ന് നമുക്കൊരു പ്രോട്ടീൻ ഹെയർ പാക്ക് ഉണ്ടാക്കിയാലോ? ഈ പ്രോട്ടീൻ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു മുട്ട, 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ ഉലുവ തലേദിവസം വെള്ളത്തിൽ കുതിർത്തത്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയിലേക്കിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു തരി പോലും ഇല്ലാതെ അടിപൊളി പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ എഗ് വൈറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം എഗ്ഗിൻ്റെ യെല്ലോ എടുക്കണ്ട, എഗ് വൈറ്റ് മാത്രം എടുത്താൽ മതി. അപ്പം ഞാൻ അതൊരു നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ ഏതാണ്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീം പോലെ ഇരിക്കണം കേട്ടോ. ഒരു തരി പോലും പാടില്ല നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്താലോ? അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ പല്ലകലമുള്ള ചീപ്പിട്ട് മുടി നല്ല വൃത്തിയായിട്ട് ചീകി ജടയെല്ലാം കളയുക. അപ്പോൾ ഞാൻ ദാ ഇവിടെ 2 വശത്തേക്ക് പകുപ്പെടുത്ത് 2 വശത്തേക്കിട്ട് എൻഡ് തൊട്ട് റൂട്ട് വരെ ജടയെല്ലാം നല്ല രീതിയിൽ കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയറിൽ ഒരു ജട പോലും പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പാക്കുകൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ജടയെല്ലാം കളഞ്ഞ് മുടി വൃത്തിയാക്കി വെക്കണമെന്ന് പറയുന്നത്. നമുക്ക് പ്രോട്ടീൻ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരേപോലെ തന്നെ സ്കാൽപ്പിലും ഹെയറിലും കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒഴുകി നടക്കുന്ന ടെക്സ്ചർ അല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു, തൈര് ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലർജി ഉള്ളവരാണെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം കേട്ടോ. തൈരിന് പകരം 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ ദാ ഇവിടെ എൻ്റെ ഹെയറിൻ്റെ ലെങ്തിലൊക്കെ ദാ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പാക്കാണ് കേട്ടോ ഇത്. ഇതിലെ ഉലുവ നമ്മുടെ മുടിക്ക് കട്ടി തരികയും നല്ല കറുപ്പ് തരികയും മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ഈ ചൂടുള്ള സമയത്ത് നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റും കൂടി തരുന്നു. നമ്മുടെ സ്കാൽപ്പിലുള്ള എല്ലാ ഇൻഫെക്ഷൻസും മാറ്റി ഡാൻഡ്രഫിനെയൊക്കെ റിമൂവ് ചെയ്ത് സ്കാൽപ്പിലെ ഡ്രൈനെസ് ഒക്കെ അകറ്റി ഉലുവ നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഹെയർ നല്ല ബൗൺസി ആയിട്ട് കിടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുടിയുടെ ഒരു ഭാഗം പോലും വിട്ടുപോവാതെ എല്ലാ ഭാഗങ്ങളിലും ഈ പ്രോട്ടീൻ പാക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മുടിയുടെ എൻഡിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുട്ടയിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രോട്ടീൻ പാക്കിൽ മുട്ട ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുടിക്ക് നാച്ചുറലായിട്ടുള്ള തിളക്കം നൽകുകയും മുടി നല്ല സ്ട്രോങ് ആക്കുകയും മുടിവേരുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മുടെ ഈ മുട്ട. അതേപോലെ തന്നെ തൈരുണ്ടല്ലോ, തൈര് നമ്മുടെ മുടിയെ നല്ല സ്മൂത്ത് ആക്കുന്നുണ്ട്. തൈര് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ മുടിയും നല്ല രീതിയിൽ കട്ടിയുള്ളതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള എല്ലാത്തരം ഇൻഫെക്ഷൻസും അകറ്റി താരനൊക്കെ മാറ്റി നമ്മുടെ സ്കാൽപ്പിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രോട്ടീൻ പാക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ട പാക്കായിരുന്നു ഇത്. ഒറ്റ യൂസിൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. നമ്മൾ ഈ പാക്ക് നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉലുവയും 2 ടേബിൾ സ്പൂൺ തൈരും ഒരു എഗ് വൈറ്റും ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഉലുവയും തൈരും നമ്മുടെ ഹെയറിൻ്റെ ലെങ്തിൻ്റെയും ഉള്ളിൻ്റെയൊക്കെ അനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് 2 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഹെയറിന് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ കൂടിപ്പോയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ ഹെയറിൽ നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ദോഷമൊന്നും ഉണ്ടായിരിക്കത്തില്ല എന്തായാലും. ഇത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ദേഹത്തും ഡ്രസ്സിലും ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോട്ടീൻ പാക്കാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ. ഇതിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഉലുവയുടെ സ്മെല്ലാണ്. അപ്പോൾ ഞാൻ മുടി ഇതാ ബണ്ണാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി വന്നതൊക്കെ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ ഹോൾഡ് ചെയ്യാം. അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താലും മതി. അപ്പോൾ എഗ്ഗ് ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് മുടി കഴുകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കഴുകാം. ഞാനിവിടെ ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഹെയർ വാഷിന് ശേഷം മുടിയൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മുടിയൊക്കെ നല്ല ബൗൺസി ആയിട്ട് കിടക്കുന്നുണ്ട്. നല്ലൊരു ഷൈനിങ് ഉണ്ട്. മുട്ട ചേർത്തിട്ടുള്ള ഹെയർ പാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിലൊന്ന് ഷാമ്പൂ ചെയ്തത്. ഞാൻ കണ്ടീഷണറോ സിറമോ ഒന്നും ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്തിട്ടില്ല. ഈ ഹെയർ പാക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിലെ 6th ഡേ ആയിട്ടുള്ള ഇന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ പ്രോട്ടീൻ പാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിലെ 7ാമത്തെ ദിവസമായ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Bye.